എൻ്റെ അടുത്ത് പല ആൾക്കാരും ചോദിക്കാറുണ്ട്, വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നതാണോ നല്ലത് അതോ മിക്സഡ് ഡയറ്റ് ആക്കുന്നതാണോ നല്ലത്? മിക്സഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയനും ഉണ്ടാവും, നോൺ വെജിറ്റേറിയൻ ഫുഡും ഉണ്ടാവും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ വെജിറ്റേറിയൻ ഭക്ഷണമാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ പെട്ടെന്ന് മിക്സഡ് ഡയറ്റിൽ നിന്നും വെജിറ്റേറിയൻ ഭക്ഷണത്തിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ നിങ്ങളുടെ ഡയറ്റ് പെട്ടെന്ന് മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫഡി. നമുക്ക് തുടങ്ങാം. ആദ്യം ഒരു സ്റ്റഡിയെ കുറിച്ച് പറയാം. സ്റ്റഡി നടത്തിയത് ലണ്ടനിലുള്ള കിങ്സ് കോളേജിലാണ്. ഐഡൻറ്റിക്കൽ ട്വിൻസ് ആയിട്ടുള്ള 2 ബ്രദേഴ്സിലാണ് ഈ സ്റ്റഡി നടത്തിയിട്ടുള്ളത്. ഐഡൻറ്റിക്കൽ ട്വിൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം അവരെ കാണാൻ ഒരുപോലെയാണ്, അവരുടെ ജീൻസും ഏകദേശം സെയിം ആയിരിക്കും. പക്ഷേ സ്റ്റഡി ചെയ്ത സമയത്ത് 2 പേരും 3 മാസം സമയത്തേക്ക് കഴിച്ച ഭക്ഷണത്തിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ഒരാൾ കംപ്ലീറ്റ്ലി വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിച്ച സമയത്ത് മറ്റേയാൾ ആനിമൽ ഫുഡും മിക്സഡ് ഡയറ്റാണ് കഴിച്ചിട്ടുള്ളത്. സ്റ്റഡീൻ്റെ അവസാനം അവർ കണ്ടുപിടിച്ചത് വെജിറ്റേറിയൻ ഡയറ്റ് മാത്രം കഴിച്ചിട്ടുള്ള ബ്രദറിന് കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാൻ സാധിച്ചു, ബോഡി വെയിറ്റ് കുറയ്ക്കാൻ സാധിച്ചു, ഷുഗർ മെറ്റബോളിസം അതായത് രക്തത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ മെറ്റബോളിസം പ്രോപ്പർ ലെവലിൽ കൊണ്ടുവരാൻ സാധിച്ചു. നേരെ മറിച്ച് മിക്സഡ് ഡയറ്റ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്ന ബ്രദറിന് ഇത്തരത്തിലുള്ള ചേഞ്ചസ് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഈ സ്റ്റഡിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 2 പേരും കഴിച്ച ഭക്ഷണം മാറുന്നതിനനുസരിച്ച് തന്നെ അവരുടെ ബോഡിയിൽ പലതരത്തിലുള്ള വ്യത്യാസങ്ങളും വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു പ്രധാന കാരണം ഇവരുടെ ജീൻസ് അല്ല, ഇവരുടെ ബോഡി ടൈപ്പൊന്നുമല്ല, ഇവരുടെ വൻകുടലിലുള്ള ഗട്ട് മൈക്രോബയോം ആണ്. ഗട്ട് മൈക്രോബയോം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിലുള്ള ഓരോരോ കോശങ്ങളെക്കാളും കൂടുതൽ അത്രയും സൂക്ഷ്മാണുക്കൾ, അത് ബാക്ടീരിയ ആവാം, വൈറസ് ആവാം, ഫംഗസ് ആവാം, ഇതെല്ലാം നമ്മളുടെ വൻകുടലിൽ താമസിക്കുന്നുണ്ട്. ചില ഗട്ട് മൈക്രോബയോം നമുക്ക് നല്ലതാണ്, മറ്റു ചിലത് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്നതാണ്, ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നതാണ്, പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഗട്ട് മൈക്രോബിയം ഏത് തരത്തിലുള്ളത് വേണമെന്നുള്ളത് തീരുമാനിക്കുന്നത് മെയിൻലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ്. ഈ സ്റ്റഡിയിൽ കണ്ടുപിടിച്ചത് ഐഡൻറ്റിക്കൽ ട്വിൻസ് ആയിട്ട് പോലും അവരുടെ ഗട്ട് മൈക്രോബിയമിലുള്ള സാമ്യത, സിമിലാരിറ്റി എന്ന് പറയുന്നത് വെറും 25% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏകദേശം സിമിലർ ആയിട്ടുള്ള ജീൻസ് ഉള്ള 2 ട്വിൻ ബ്രദേഴ്സിന് ഇതേപോലെയാണ് ഭക്ഷണത്തിൽ മാറ്റങ്ങൾ വരുന്നതെങ്കിൽ ഒരു ഫാമിലിയിൽ തന്നെയുള്ള 2 പേർക്ക് ഒരിക്കലും ഭക്ഷണത്തിനോട് ഒരേപോലെ അവരുടെ ബോഡി റിയാക്ട് ചെയ്യില്ല. ഇനി വെജിറ്റേറിയൻ ഡയറ്റിനെ കുറിച്ച് പറയാം. വെറും വെജിറ്റേറിയൻ ഭക്ഷണം, അതായത് ചെടികളിൽ നിന്നും പ്ലാന്റ്സിൽ നിന്നും കിട്ടുന്ന ഭക്ഷണം, അത് ഫ്രൂട്ട്സ് ആവാം, വെജിറ്റബിൾസ് ആവാം, ധാന്യങ്ങളാവാം, ഗ്രെയിൻസ് ആവാം, സീഡ്സ് ആവാം, ഇത്തരത്തിലുള്ള ഭക്ഷണം മാത്രം കഴിക്കുന്നത് ഈ അടുത്ത് തുടങ്ങിയതെന്നുള്ള ഏകദേശം 3000 വർഷത്തിലും കൂടുതലായി. പലതരത്തിലുള്ള സ്റ്റഡീസിലും നടത്തിയിട്ടുള്ളത് വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിക്കുന്ന ഒരാൾക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ളതാണ്. പക്ഷേ അധിക സ്റ്റഡീസിൻ്റെ അവസാനം അവർ കണ്ടുപിടിച്ചത് വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നവർക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാക്കാം, അതിന് പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷേ എല്ലായ്പ്പോഴും എല്ലാവർക്കും ഒരേപോലെ വെജിറ്റേറിയൻ ഭക്ഷണം വർക്ക് ചെയ്തു എന്ന് വരില്ല. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളൊരു സ്ട്രിക്റ്റ് വെജിറ്റേറിയൻ ആണെന്ന് വിചാരിക്കാം. നിങ്ങൾ വെറും ചോറ് കഴിക്കുന്നുണ്ട്, പരിപ്പ് കറി കഴിക്കുന്നുണ്ട്, പക്ഷേ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലുള്ള ചോറ് കാരണം കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കൂടുതലായിരിക്കും, ഷുഗറിൻ്റെ മെറ്റബോളിസം വല്ലാതെ ഡീറേഞ്ച്ഡ് ആവും. ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിച്ചാൽ നമുക്ക് കിട്ടുന്ന ഫൈബർ, ന്യൂട്രിയൻസ്, വൈറ്റമിൻസ്, മിനറൽസ് ഇതൊന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല. അതായത് നിങ്ങളൊരു വെജിറ്റേറിയൻ ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾ എന്ത് തരത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത്, നിങ്ങൾ കഴിക്കുന്ന വെജിറ്റേറിയൻ ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി വളരെയധികം പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യമാണ്. മറ്റു ചില സ്റ്റഡീസിൽ കണ്ടുപിടിച്ചിട്ടുള്ളത് സ്ഥിരമായി വെജിറ്റേറിയൻ ഡയറ്റ്, അതും ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാ തരത്തിലുള്ള പ്ലാന്റ് ബേസ്ഡ് ഫുഡും കഴിക്കുന്ന ഒരാൾക്ക് ജീവിതശൈലി രോഗങ്ങൾ വരാനുള്ള ചാൻസസ് കുറവാണെന്നാണ്. ഇനി ജീവിതശൈലി രോഗങ്ങളുടെ ഉദാഹരണം എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ പ്രമേഹമുണ്ട്, ഹൈ ബ്ലഡ് പ്രഷർ, ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, സ്ട്രോക്ക്, ഇൻഫ്ലമേറ്ററി ഡിസീസസ്, പൊണ്ണത്തടി, ഉയർന്നു നിൽക്കുന്ന കൊളസ്ട്രോൾ, ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ ഒരു പ്യുവർ വെജിറ്റേറിയൻ ഡയറ്റ് നല്ലതാണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ പ്രായം ഏതാണെങ്കിലും, ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാരും, ഈവൻ പ്രഗ്നൻസി ടൈമിലാണെങ്കിൽ പോലും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ഒരു പ്യുവർ വെജിറ്റേറിയൻ ഡയറ്റിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടാവുന്നതാണ്. പക്ഷേ നിങ്ങൾ കഴിക്കുന്ന വെജിറ്റേറിയൻ ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി നിങ്ങൾ ശ്രദ്ധിക്കണം. പ്യുവർ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മറ്റു ചില ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബവൽ മൂവ്മെൻറ്റ് നോർമലായിരിക്കും, സ്മൂത്ത് ആയിരിക്കും, നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം ഉണ്ടാവില്ല, നിങ്ങളുടെ ഉറക്കം നല്ലതാക്കാൻ സാധിക്കും, ഗട്ട് മൈക്രോബിയം അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് വർദ്ധിക്കാൻ സാധിക്കും. നമ്മളുടെ വൻകുടലും ബ്രെയിനും തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ മെമ്മറി പവർ, നിങ്ങളുടെ മൂഡ്, ഡിപ്രഷൻ പോലത്തെ അസുഖങ്ങൾ വരാതെ നോക്കാനൊക്കെ വെജിറ്റേറിയൻ ഡയറ്റ് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. ഇനി വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. അതിലേറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അധികം ആൾക്കാരും വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നത് പേരിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ അരിയുടെ അളവ് കൂടുതലായിരിക്കും, ഗോതമ്പിൻ്റെ അളവ് കൂടുതലായിരിക്കും, ധാന്യങ്ങളായിരിക്കും കൂടുതൽ കഴിക്കുന്നുണ്ടാവുക, പക്ഷേ വെജിറ്റബിൾസ് തീരെ ഉണ്ടാവില്ല. ഇനി അവർ കഴിക്കുന്ന ഗ്രെയിൻസിൻ്റെ കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രോസസ്ഡ് ആയിരിക്കും, അതായത് പോളിഷ്ഡ് ആയിരിക്കും. തവിടോട് കൂടിയിട്ടുള്ള അരി ആയിരിക്കില്ല കഴിക്കുന്നത്. വൈറ്റ് റൈസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തവിട് കളഞ്ഞു, അതായത് അതിൻ്റെ ഫൈബർ കണ്ടൻറ്റ് പോയി, വൈറ്റമിൻസ് പോയി, മിനറൽസ് പോയി,
ബാക്കിയുള്ള പോളിഷ്ഡ് ആയിട്ടുള്ള എളുപ്പം ദഹിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചോറും ഗോതമ്പൊക്കെ ആയിരിക്കും അവർ കഴിക്കുന്നുണ്ടാവുക. മൈദ, ആട്ട, ഇതൊക്കെ ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ്. കാരണം ഇത്തരത്തിലുള്ള ഭക്ഷണത്തിന് ടേസ്റ്റും കൂടുതലാണ്, പെട്ടെന്ന് ദഹിക്കുകയും ചെയ്യും, അധികം ചവയ്ക്കേണ്ട. ഇത്തരത്തിലുള്ള ഗ്രെയിൻസ് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ബെനിഫിറ്റ്സ് നോൺ പ്രോസസ്ഡ് ആയിട്ടുള്ള തവിടോട് കൂടിയിട്ടുള്ള ബ്രൗൺ റൈസോ അല്ലെങ്കിൽ ഹോൾ വീറ്റോ അൺപോളിഷ്ഡ് മില്ലറ്റ്സോ ഇത്തരത്തിലുള്ള ധാന്യങ്ങളൊക്കെ കഴിക്കുന്നതാണ്. അധികം ആൾക്കാരും വെജിറ്റേറിയൻ എന്ന് പറഞ്ഞിട്ട് കഴിക്കുന്ന ഭക്ഷണം കൂടുതലും ബ്രെഡ്, ബിസ്ക്കറ്റ്, ബർഗർ, വെജിറ്റബിൾ ബർഗർ, സാൻഡ്വിച്ച്, മധുരം കൂടുതൽ അടങ്ങിയിട്ടുള്ള വെജിറ്റേറിയൻ കേക്ക്, വെജിറ്റേറിയൻ പേസ്ട്രി, വെജിറ്റേറിയൻ ബേക്കറി ഐറ്റംസ് ഒക്കെ ആയിരിക്കും കഴിക്കുന്നുണ്ടാവുക. പക്ഷേ ഇത്തരത്തിലുള്ള വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ്സിനേക്കാളും കൂടുതൽ ഡാമേജ് ആണ് നിങ്ങളുടെ ബോഡിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊരു വെജിറ്റേറിയൻ ഡയറ്റ് ഫോളോ ചെയ്തിട്ട് ഹെൽത്ത് ബെനിഫിറ്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറൈറ്റിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പലതരത്തിലുള്ള ചെടികളുണ്ട്, പലതരത്തിലുള്ള വെജിറ്റബിൾസ് ഉണ്ട്, പലതരത്തിലുള്ള ഫ്രൂട്ട്സ് ഉണ്ട്. ഇതിൽ എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സും കിട്ടിയിട്ടില്ലെങ്കിൽ പോലും എല്ലാ ദിവസവും പലതരത്തിലുള്ള വെറൈറ്റിയിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കാൻ ശ്രമിക്കുക. ക്യാപ്സിക്കം, വെള്ളരി, കക്കിരി, ക്യാരറ്റ്, ക്യാബേജ്, കോളിഫ്ലവർ, ഇതൊക്കെ എല്ലാ ദിവസവും നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. നിങ്ങൾ ഇതുവരെ കഴിക്കാത്ത തരത്തിലുള്ള പച്ചക്കറികൾ പോലും നിങ്ങൾ വെജിറ്റേറിയൻ ഡയറ്റിലേക്ക് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ കഴിച്ചു തുടങ്ങണം. എന്നാൽ മാത്രമേ അതിനെക്കൊണ്ടുള്ള ബെനിഫിറ്റ്സ് കിട്ടുകയുള്ളൂ. മറ്റൊരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻ ഡയറ്റ് കഴിക്കുന്നവർക്ക് പ്രോട്ടീൻ്റെ അളവ് കിട്ടുന്നത് വളരെ കുറവായിരിക്കും. പ്രോട്ടീൻ, നല്ല ക്വാളിറ്റിയിലുള്ള പ്രോട്ടീൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ആനിമൽ സോഴ്സസ് തന്നെയാണ് നല്ലത്. അതായത് മീറ്റ്, ഫിഷ്, എഗ്ഗ്, ഇത്തരത്തിലുള്ള ആനിമൽ ഫുഡിൽ നിന്നാണ് ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ നമുക്ക് കിട്ടുന്നത്. വെജിറ്റേറിയൻ ഭക്ഷണത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇത്രയും ക്വാളിറ്റിയുള്ള പ്രോട്ടീൻ നിങ്ങൾക്ക് കിട്ടുന്നില്ല. അതിന് പകരം കുറഞ്ഞ ക്വാളിറ്റിയിലുള്ള പ്രോട്ടീൻ കിട്ടും. അതിനുവേണ്ടി കൂടുതൽ പരിപ്പ് വർഗ്ഗങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, കടല, നട്ട്സ്, ഇത്തരത്തിലുള്ള ഭക്ഷണമൊക്കെ കൂടുതൽ കഴിക്കേണ്ടി വരും. എല്ലാ ദിവസവും എല്ലാ നേരവും കഴിക്കേണ്ടി വരും. പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടുള്ള പല പേഷ്യൻസും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഞാൻ 10-30 കൊല്ലമായിട്ട് വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ചിട്ട് പോലും എൻ്റെ കൊളസ്ട്രോൾ എന്തുകൊണ്ടാണ് കൂടി നിൽക്കുന്നത്, എനിക്കെങ്ങനെയാണ് ഷുഗർ വന്നതെന്ന് അറിയില്ല. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. അവർ കഴിച്ചുകൊണ്ടിരുന്നത് വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമായിരിക്കും, പക്ഷേ അതിൽ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് മാത്രമായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അതായത് ചോറ്, ഗോതമ്പ്, ചപ്പാത്തി, അതും പോളിഷ്ഡ് അല്ലെങ്കിൽ പ്രോസസ്ഡ് ഭക്ഷണമായിരിക്കും. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് തന്നെ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടും, ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും, പ്രമേഹം ഉണ്ടാവും, പൊണ്ണത്തടി ഉണ്ടാവും. അവർ കഴിക്കുന്ന ഓയിലിനെ കൊണ്ടോ ഫാറ്റിനെ കൊണ്ടോ അതിനെക്കൊണ്ടൊന്നുമല്ല അവർക്ക് കൊളസ്ട്രോളും പ്രമേഹവും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊന്നും വന്നത്. പക്ഷേ അവർ കഴിച്ച ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് മാത്രം കൂടി നിന്നതുകൊണ്ടാണ്. പ്യുവർ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നവർക്ക് പ്രോട്ടീൻ്റെ അളവ് കിട്ടുന്നത് കുറവായിരിക്കും. പക്ഷേ നമ്മളുടെ ബോഡിക്ക് പ്രോട്ടീൻ എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. നമ്മളുടെ ബോഡിക്ക് കൃത്യമായിട്ടുള്ള അളവിൽ പ്രോട്ടീൻ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളുടെ ബോഡിയിലുള്ള മസിലിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമ്മളുടെ ശരീരം പ്രോട്ടീൻ ഉൽപ്പാദിക്കാൻ നോക്കും. ആ സമയത്ത് മസിൽ വേസ്റ്റിംഗ് ഉണ്ടാവും. ഇത് പ്രായം കൂടി വരുന്ന ആൾക്കാർക്ക് കൂടുതലായിട്ടും അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ്. മസിലിൻ്റെ മാസ് കുറഞ്ഞു വരിക. അപ്പോൾ ടയർഡ്നെസ് ഉണ്ടാവും, ഫെറ്റീഗ് ഉണ്ടാവും, പെട്ടെന്ന് മെലിഞ്ഞു പോകും, ക്ഷീണം ഉണ്ടാവും. പണ്ട് നടന്ന അത്രയും ദൂരം നടക്കാൻ പറ്റില്ല. പെട്ടെന്ന് എല്ലുകൾ പൊട്ടാം, ഫ്രാക്ചേഴ്സ് ഉണ്ടാവാം, സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി കുറയാം, സ്കിന്നിൽ ചുളിവുകൾ വരാം, റിങ്കിൾസ് ഉണ്ടാവാം, ഹെയർ ലോസ് ഉണ്ടാവാം. പ്രോട്ടീൻ കുറഞ്ഞു കഴിഞ്ഞാൽ അനുഭവപ്പെടുന്ന എല്ലാ പ്രശ്നങ്ങളും വെജിറ്റേറിയൻസിനാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. പ്യുവർ വെജിറ്റേറിയൻ ഭക്ഷണം ഫോളോ ചെയ്യുന്നതിൻ്റെ മറ്റു ചില പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമുക്ക് ആനിമൽ ഫുഡിൽ നിന്നും കിട്ടുന്ന മറ്റു ചില തരത്തിലുള്ള ന്യൂട്രിയൻസ് അതിൻ്റെ അളവും കിട്ടുന്നത് കുറയാം. ഇതിൻ്റെ ഉദാഹരണമാണ് omega-3 ഫാറ്റി ആസിഡ്സ്. ഇത് കൂടുതലായിട്ടും ഫിഷിൽ നിന്നാണ് കിട്ടാറ്. വൈറ്റമിൻ B12 കൂടുതലായിട്ടും ആനിമൽ ഫുഡിലാണ് കിട്ടാറ്. കൊളാജൻ നമ്മളുടെ സ്കിന്നിന്, ഗംസിന്, ബോൺസിൻ്റെ ഒക്കെ ഫോർമേഷന് വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു ന്യൂട്രിയൻ്റ് ആണ്. ഇതും കൂടുതലായിട്ടും ആനിമൽ ഫുഡിലാണ് കിട്ടാറ്. ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും അവോയ്ഡ് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടത് ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള വെജിറ്റേറിയൻ ഡയറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു പേഴ്സണലൈസ്ഡ് ഡയറ്റ് ഉണ്ടാക്കാൻ എൻ്റെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൻ്റെ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി സൈനപ്പ് ചെയ്യുക. ഇനി പ്യുവർ വെജിറ്റേറിയൻ അല്ലാതെ നിങ്ങൾ ഡയറി പ്രൊഡക്ട്സും കൂടി കഴിക്കുന്ന വെജിറ്റേറിയൻ ഡയറ്റാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രോട്ടീൻ്റെ അളവ് കുറച്ചും കൂടി കൂട്ടാൻ സാധിക്കും. ഡയറി പ്രൊഡക്ട്സിൻ്റെ ഉദാഹരണമാണ് പാല്, ചീസ്, ബട്ടർ. ഇത്തരത്തിലുള്ള ഫുഡ് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ്റെ അളവ് നിങ്ങൾക്ക് ഡെയിലി കിട്ടുന്നത് കുറച്ചും കൂടിയും നിങ്ങൾ സാധാരണ കഴിക്കുന്ന പ്ലാൻ ബേസ്ഡ് ഡയറ്റിനേക്കാളും കുറച്ചും കൂടി കൂടുതലായിട്ട് കൂട്ടാൻ സാധിക്കും. ഇനി അവസാനം നിങ്ങൾ വെജിറ്റേറിയൻ ഡയറ്റിൽ തന്നെ ഫോളോ ചെയ്യണോ, നിങ്ങളൊരു മിക്സഡ് ഡയറ്റിൽ നിന്നും വെജിറ്റേറിയൻ ഡയറ്റിലേക്ക് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം പേഴ്സണലൈസ്ഡ് ആണ്. നിങ്ങൾക്ക് വെജിറ്റേറിയൻ ഡയറ്റ് ഫോളോ ചെയ്യാൻ പല തരത്തിലുള്ള കാരണങ്ങളുണ്ടാവാം. പക്ഷേ വെജിറ്റേറിയൻ ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കൊണ്ട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാകും. അത്തരത്തിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത്. ഇനി നിങ്ങൾക്ക് വെജിറ്റേറിയൻ ഡയറ്റ് പറ്റുന്നതാണോ അല്ലേന്ന് കണ്ടുപിടിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, നിങ്ങൾ വെജിറ്റേറിയൻ ഡയറ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഏറ്റവും ചുരുങ്ങിയത് 12 ആഴ്ച അല്ലെങ്കിൽ 3 മാസമെങ്കിലും വെജിറ്റേറിയൻ ഡയറ്റിലേക്ക് മാറിയതിന് ശേഷം നിങ്ങളുടെ ബോഡിയിൽ എന്തൊക്കെ ചേഞ്ചസ് വരുന്നുണ്ട്, നിങ്ങൾക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ അതിൽ ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിൽ ഗ്ലൂക്കോസിൻ്റെ ലെവലിൽ എന്തൊക്കെ ചേഞ്ചസ് വരുന്നുണ്ട്, നിങ്ങളുടെ കൊളസ്ട്രോൾ കൂടുകയാണോ കുറയാണോ ചെയ്തിട്ടുള്ളത്, നിങ്ങളുടെ ബോഡി വെയിറ്റ് നിങ്ങൾ മെഷർ ചെയ്യുക, ഓരോ മാസവും നോക്കുക.
നിങ്ങളുടെ വേസ്റ്റ് സർക്കംഫറൻസ് അരവണ്ണം നിങ്ങൾ മെഷർ ചെയ്യുക. നിങ്ങളുടെ ഉറക്കത്തിലും നിങ്ങളുടെ ക്ഷീണത്തിലും നിങ്ങളുടെ എനർജി ലെവലിലും എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്നുള്ളത് നിങ്ങൾ തന്നെ എഴുതി വെക്കുക, നോട്ട് ചെയ്യുക. എന്നിട്ട് 3 മാസത്തിന് ശേഷം നിങ്ങൾക്ക് ഇത് തുടരാൻ പറ്റുന്ന ഡയറ്റാണോ ഇല്ലേ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അതിനുശേഷം ഒരു തീരുമാനം എടുക്കുക. വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പലതരത്തിലുള്ള ചെടികളിൽ നിന്നുള്ള ഫുഡ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം, അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണോ, സാമ്പത്തികമായിട്ടും നിങ്ങളുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണോ, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് വേണം നിങ്ങൾ വെജിറ്റേറിയൻ ഡയറ്റ് ഇനി തുടരണോ വേണ്ടേ എന്നുള്ള തീരുമാനമെടുക്കാൻ. അധികം ആൾക്കാർക്കും വെജിറ്റേറിയൻ ഡയറ്റ് ചിലപ്പം സ്റ്റിക്ക് ഓൺ ചെയ്യാൻ സാധിക്കും, പക്ഷേ മറ്റു ചില ആൾക്കാർക്ക് വെജിറ്റേറിയൻ ഡയറ്റ് തീരെ പറ്റില്ല. ഇതിൻ്റെ കാരണം സിമ്പിളാണ്. നമ്മൾ ഓരോരുത്തർക്കും വ്യത്യാസമുണ്ട്. എല്ലാവർക്കും, ഈ ലോകത്തുള്ള എല്ലാവർക്കും പറ്റിയ ഒരൊറ്റ ഡയറ്റ് ഇല്ല. നമുക്ക് ഓരോരുത്തർക്കും വേണ്ട പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഡയറ്റാണ്. അത് ഏതാണെന്നുള്ളത് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. ഇനി എൻ്റെ ഡയറ്റ് എങ്ങനെയാണെന്നും കൂടി ഞാൻ പറയാം. ഞാൻ ഓരോ ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിൽ 60% പ്ലാൻ ബേസ്ഡ് ഫുഡായിരിക്കും. അതിൽ ധാന്യങ്ങളുണ്ടാവും, വെജിറ്റബിൾസ് ഉണ്ടാവും, ഫ്രൂട്ട്സ് ഉണ്ടാവും. 30% ഫിഷും പോൾട്രി ആയിരിക്കും. അതായത് ഫിഷിൻ്റെ കൂടെ എഗ് ഉണ്ടാവും, ചീസ് ഉണ്ടാവും, ഡയറി പ്രൊഡക്ട്സ് ഉണ്ടാവും. ബാക്കി 10% മാത്രമേ മീറ്റ് പ്രൊഡക്ട്സ് കഴിക്കാറുള്ളൂ. പക്ഷെ ഞാൻ ഫോളോ ചെയ്യുന്ന ഡയറ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. നിങ്ങൾക്ക് പറ്റിയ ഡയറ്റ് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. അത്തരത്തിലുള്ളൊരു പേഴ്സണലൈസ്ഡ് ഡയറ്റ് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ പറയുന്ന ലിങ്കിൽ കയറി നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങളും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. അവസാനമായി എനിക്കറിയേണ്ടത്, നിങ്ങൾ എത്ര കാലമായി വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നു? നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്ന തരത്തിലുള്ള എന്തെങ്കിലും മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ടോ? പ്യുവർ വെജിറ്റേറിയൻ ഡയറ്റ് കഴിച്ചതിനെ കൊണ്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്? നിങ്ങളുടെ എക്സ്പീരിയൻസസ് താഴെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ഹെൽത്തി ഫുഡിനെ കുറിച്ച് ഞാൻ ഒട്ടനവധി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി, ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.